കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന ശ്രോതാക്കളായ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം, അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. കർത്താവ് ഇത് സംസാരിക്കുന്നത് ശിഷ്യന്മാരോടാണ്, അവിശ്വാസികളോടല്ല. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിനെ പിൻപറ്റുന്ന, കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്ന, കർത്താവിനെ സമൂഹത്തിൽ വെളിപ്പെടുത്തി ജീവിക്കുന്ന ശിഷ്യന്മാരോട് ആണ് കർത്താവ് ഈ ദൂത് കൈമാറും. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, തിരുവെഴുത്തും ദൈവവചനവും ഒന്നല്ല, തിരുവെഴുത്തും ദൈവവചനവും രണ്ടും രണ്ടാണ് എന്ന് പലപ്പോഴും ദൈവമക്കളുടെ ഇടയിൽ തന്നെ തിരുവെഴുത്തും ദൈവവചനവും ഒന്നാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ തിരുവെഴുത്തും ദൈവവചനവും രണ്ടാണ്. ഇപ്പോൾ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഏലിയാവിൻ്റെ കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് റോമാലേഖനത്തിൽ പറയുകയാണ്, അക്കാലത്ത് തിരുവെഴുത്തിലെ ചരിത്രത്തിലെന്നാണ് പറയുന്നത്. അപ്പം തിരുവെഴുത്തിൽ ചരിത്രങ്ങളുണ്ട്, ചരിത്ര സംഭവങ്ങൾ. ഇപ്പം നമ്മൾ പഴയ നിയമം പഠിച്ചാൽ രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകങ്ങളൊക്കെ ചരിത്ര രേഖകളാണ്. അതുകൊണ്ട് തിരുവെഴുത്തിൽ ചരിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ലേഖനം പഠിക്കുമ്പോൾ കാണുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ് എന്ന് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു. പക്ഷേ പത്രോസിൻ്റെ ലേഖനത്തിൽ കിടക്കുന്നു, തിരുവെഴുത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല. അപ്പം തിരുവെഴുത്തിൽ പ്രവചനങ്ങളുണ്ട്, തിരുവെഴുത്തിൽ ചരിത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ തിരുവെഴുത്ത് ദൈവീയ കൽപ്പനകളും അനുശാസനങ്ങളും അടങ്ങിയതുമാണ്. നമുക്ക് ഡോക്ട്രിൻസ്, ഉപദേശ രൂപം തന്നെ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, തിരുവെഴുത്ത് എന്താണ്? ഇവിടെ യേശു കർത്താവ് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു എന്ന ശിഷ്യന്മാർ എന്ത് വിശ്വസിച്ചു? തിരുവെഴുത്തും ദൈവവചനവും ഒന്നാണെന്നല്ല വിശ്വസിച്ചത്, തിരുവെഴുത്തും യേശു പറഞ്ഞതിനെയാണ് അവർ വചനമായിട്ട് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചത്. വീണ്ടും നമ്മളിതിൻ്റെ വിശാല പഠനത്തിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ 13-ാം വാക്യത്തിൽ വായിക്കുന്നത് യേശു കർത്താവിനെക്കുറിച്ചുള്ള പരാമർശമാണ്. ഈ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ താഴോട്ട് കാണുന്നു. അവിടെ പറയുകയാണ്, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനമെന്ന് പേർ വിളിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ ദൈവവചനം എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുന്നത്, ആ പ്രാരംഭം 1-ാം വാക്യത്തിൽ തന്നെ കാണുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ തിരുവെഴുത്തുണ്ടായിരുന്നു എന്ന് എങ്ങും രേഖയില്ല. എന്നാൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. തിരുവെഴുത്ത് ആദിയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മളെങ്ങും കാണുന്നില്ല. 2, തിരുവെഴുത്തിനെ ദൈവം എന്ന് വിളിച്ചിട്ടില്ല, മറിച്ച് ദൈവവചനത്തെ ദൈവമെന്നാണ് വിളിച്ചിരിക്കുന്നത്. വചനം ദൈവമാണ്, അത് ആദി മുതലുള്ളതാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു. ഇനിയും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം താഴോട്ട് പഠിക്കുമ്പോൾ കാണുന്നത്, ഏകദേശം 12 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. തിരുവെഴുത്ത് ജഡമായി തീർന്നതല്ല യേശുക്രിസ്തുവിൻ്റെ ശരീരം, വചനം ജഡമായി തീർന്നതും അതിൽ കൃപയും സത്യവും നിറഞ്ഞാണ് നമ്മുടെ ഇടയിൽ പാർത്തത്. പിതാവിൻ്റെ തേജസ് യേശുക്രിസ്തു എന്ന ഏകജാതനിലൂടെ നമുക്ക് കാണുവാനും കഴിയുന്നു. ആ നിറവ് ദൈവം നമുക്ക് നൽകുകയാണ്. അവൻ്റെ നിറവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ പകർന്നിരിക്കുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് തിരുവെഴുത്തും ദൈവവചനവും എന്താണ്, അതിൻ്റെ വ്യത്യാസങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2 തിമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ 12 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും എന്ന് പറഞ്ഞ് പൗലോസ് താഴോട്ട് എഴുതുമ്പോൾ, എന്നാൽ ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിന് മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്നും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്ത്
നീ ബാല്യം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയുമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് എന്ന ഭാഗമാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് വചനം ദൈവമാണ്, വചനം ആദ്യം മുതലുള്ളതാണ്. എന്നാൽ തിരുവെഴുത്ത് ദൈവനിശ്വാസ്യമാണ്. അത് ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ പൂർവ്വ പിതാക്കന്മാരോട് അരുളി ചെയ്തതാണ് നമുക്ക് കാണാൻ കഴിയുന്ന തിരുവെഴുത്ത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തെയാണ് തിരുവെഴുത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പഴയ നിയമം അല്ലെങ്കിൽ തിരുവെഴുത്തിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ കൽപ്പനകളുണ്ട്, ന്യായപ്രമാണത്തിൻ്റെ സകല മാർമിക വശങ്ങൾ തിരുവെഴുത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ചരിത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ ഇസ്രയേലിനെ വടക്കേ രാജ്യവും തെക്കേ രാജ്യവും ഒക്കെ ഭരിച്ച രാജാക്കന്മാരുടെ ചരിത്രവും ആ രാജ്യത്തിൻ്റെ യുദ്ധങ്ങളും അവരുടെ ജയപരാജയങ്ങളും എല്ലാം ചരിത്രപരമായി നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും പുനരുത്ഥാനവും മടങ്ങിവരവും പ്രവചന സ്വഭാവത്തിൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജനന ജീവിത മരണ പുനരുത്ഥാനം രേഖപ്പെടുത്തിയിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ സുവിശേഷങ്ങളിൽ നമ്മൾ യേശു കർത്താവിൻ്റെ ജീവിത ചര്യകൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ യേശുവിനെ സംബന്ധിച്ച് നടക്കുമ്പോഴും ആ തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് അങ്ങനെ സംഭവിച്ചു, ആ തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ ജനന ജീവിത മരണ പുനരുത്ഥാനം മടങ്ങിവരവ് പ്രവചന സ്വഭാവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് തിരുവെഴുത്ത്. ഇത് നമുക്ക് കൂടുതലായി തെളിയിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. എങ്കിലും ഞാൻ പ്രാരംഭമായിട്ട് അതൊന്ന് പറഞ്ഞതാണ്. നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്യുന്നു. അവിടെ തിരുവെഴുത്തും ദൈവവചനവും എന്താണെന്ന് കൃത്യമായി കാണുന്നുണ്ട്. ദൈവം പൂർവ പിതാക്കന്മാരോട് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതാണ് തിരുവെഴുത്ത്. ദൈവം തൻ്റെ പുത്രനിലൂടെ അരുളി ചെയ്യുന്നത് വചനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുറിവാക്യം വിട്ടുപോകരുത്. യോഹന്നാൻ 2:22 തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും അവർ വിശ്വസിച്ചു. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞതിനെ വചനമായിട്ടാണ് അവർ കണ്ടത്. കാരണം വചനം ജഡമായി തീർന്നവനാണ് യേശു ക്രിസ്തു. അവൻ വചനമായ ദൈവമാണ്. അപ്പോൾ തന്നെ അവൻ്റെ പേര് തന്നെ ദൈവവചനം എന്നാകുന്നു. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഉള്ള യേശു ക്രിസ്തുവിൻ്റെ ജനന ജീവിത മരണ പുനരുത്ഥാനം മടങ്ങിവരവ് ഈ കാര്യങ്ങൾ പ്രവചന സ്വഭാവത്തിൽ പ്രവാചകന്മാരിലൂടെ പൂർവ്വപിതാക്കന്മാരോട് അരുളി ചെയ്തതാണ് തിരുവെഴുത്ത്. അതിൽ ചരിത്രങ്ങളുണ്ട്, അപ്പോൾ തന്നെ അതിനകത്ത് പ്രവചനങ്ങളുണ്ട്, അതിനകത്ത് ഉപദേശ രൂപങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ കർശനമായ കൽപ്പനകൾ, അവൻ്റെ വചനത്തെ, അവൻ്റെ കൽപ്പനകളെ ഓർത്താചരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ വചനത്തിലെ കൽപ്പനകളെ ഓർക്കണം. കൽപ്പനകളും അനുശാസനങ്ങളെല്ലാം അടങ്ങിയതാണ് തിരുവെഴുത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം പണ്ട് ഭാഗമായി, ഭാഗം നമ്പർ 1, ഭാഗം നമ്പർ 2, 2 ഭാഗങ്ങളായിട്ട് തന്നെ നമുക്കവിടെ വചനത്തെ കാണാൻ കഴിയുന്നത്. ഭാഗം നമ്പർ 1 എന്ന് പറയുന്നത് പൂർവ്വകാലത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. പൂർവ്വകാലത്തെ തന്നെ നമുക്ക് 2 നിലകളിൽ ചിന്തിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവമേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അപ്പം ദൈവം സൃഷ്ടിപരമായിട്ടൊരു പൂർവ്വകാലം കാണുന്നുണ്ട്. ഭൂമിക്ക് അടിസ്ഥാനമിട്ട പൂർവ്വകാലത്തെക്കുറിച്ച് എബ്രായ ലേഖനം 1-ാം അധ്യായം 9 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മറ്റൊരു പൂർവ്വകാലം അതിനകത്ത് കിടപ്പുണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 32 മുതലുള്ള വേദഭാഗവും എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ പൂർവ്വകാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പൂർവ്വകാലത്ത് പ്രവാചകന്മാർക്ക് മറഞ്ഞിരുന്നു എന്ന എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 32 മുതലുള്ള വേദഭാഗത്ത് യഹോവ മോശയോട് അരുളി ചെയ്യുന്നു, മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുൻപുണ്ടായിരുന്ന പൂർവ്വകാലത്തിലും. ആ പ്രയോഗം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മനുഷ്യനെ യഹോവ സൃഷ്ടിച്ച നാൾ മുതൽ
നിനക്ക് മുൻപുണ്ടായിരുന്ന പൂർവ്വകാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദാമിനെയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ. ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടമാണ് ഒരർത്ഥത്തിൽ പൂർവ്വകാലം എന്ന് പറയുന്നത്. അതിനെയാണ് ഭാഗമായി രണ്ടായി തിരിക്കുകയാണ്. യഹോവയായ ദൈവം, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, പൂർവ്വപിതാക്കന്മാരോട് പുരാതന കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് ഭാഗങ്ങളായി തിരിച്ചാണ് സംസാരിച്ചിരുന്നത്. അതാണ് ഒന്ന് പൂർവ്വകാലവും മറ്റൊന്ന് ന്യായപ്രമാണകാലവും. ആദാം തൊട്ട് മോശ വരെയുള്ള പൂർവ്വകാലവും മോശ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ന്യായപ്രമാണകാലവും. അങ്ങനെ ഭാഗമായി ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതാണ് തിരുവെഴുത്ത്. എന്നാൽ പുത്രനിലൂടെ ഈ അന്ത്യകാലത്ത് ദൈവം ഇടപെടുന്നത് വചനമാണ്. അവൻ സംസാരിക്കുന്നവൻ ദൈവമാണ്. അതുകൊണ്ട് അവൻ്റെ വായിൽ നിന്ന് വരുന്നത് വചനമാണ്. അവൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ നമ്മൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ദൈവവചനത്തിൻ്റെ മഹത്വം എന്താണ്, തിരുവെഴുത്ത് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ കാണുന്നു, യേശുക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, യേശുക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അപ്പം അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാനവും മടങ്ങിവരവും പ്രവചന സ്വഭാവത്തിൽ തന്നെയാണ് തിരുവെഴുത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. അതിൽ നിവർത്തീകരിക്കപ്പെട്ട പ്രവചനങ്ങളുണ്ട്, ഇനിയും നിവർത്തി കാത്തു കിടക്കുന്ന പ്രവചനവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സങ്കീർത്തനം 40-5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. വളരെ ആഴമായ ഒരു ക്രിസ്തു വെളിപ്പാട് നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അതിനെ നമുക്ക് രണ്ടായി തിരിക്കാം. യേശുക്രിസ്തു ഇന്നലകളിൽ പാപം പരിഹരിക്കാനായി വന്നതിനെക്കുറിച്ചും, ഇനിയും യേശുക്രിസ്തു രക്ഷിതാവായി വീണ്ടും സ്വർഗത്തിൽ നിന്നും ഈ ഭൂതലത്തിലേക്ക് കർത്താവ് വരാൻ പോവുകയാണ്. അത് ഇന്നലെ വന്നതായാലും ഇനിയും യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയായാലും പ്രവചന സ്വഭാവത്തിൽ തിരുവെഴുത്തിലുണ്ട്, പുസ്തക ചുരുളിലുണ്ട്. ആ പുസ്തക ചുരുള് എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്താണ്. ഈ പുസ്തക ചുരുളിനെ തന്നെ കർത്താവ് 3ആയി തിരിച്ച് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ, തിരുവെഴുത്തിലെ മർമ്മങ്ങളെ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ, ന്യായപ്രമാണത്തിലെ അത്ഭുതം ചെങ്കടൽ വിളർന്നതല്ല, ന്യായപ്രമാണത്തിലെ അത്ഭുതം യോർദാൻ വറ്റിയതുമല്ല, ന്യായപ്രമാണത്തിലെ അത്ഭുതം സൂര്യചന്ദ്രന്മാരെ യോശുവ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് ആകാശമണ്ഡലത്തിൽ പിടിച്ചു നിർത്തിയതൊന്നുമല്ല. കർത്താവ് സൂര്യചന്ദ്രന്മാരെ ആകാശത്തിൽ അല്പസമയം നിശ്ചലമാക്കി നിർത്തിയതോ, ചെങ്കടൽ വിളർന്നതോ, യോർദാൻ വറ്റിയതോ ഇതൊന്നുമല്ല. മഞ്ഞയും കാടയും ഭക്ഷിച്ചതൊന്നും ഒരു അത്ഭുതമല്ല. അതൊക്കെ കർത്താവ് ചെയ്ത വീര്യപ്രവൃത്തികളാണ്. ഒരർത്ഥത്തിൽ അത്ഭുത പ്രവൃത്തികൾ എന്ന് പറയാം. എന്നാൽ അത്ഭുതം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അതെന്താണ്? സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ കണ്ണ് പ്രകാശിക്കണോ? അതെ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കണ്ണ് പ്രകാശിച്ചാൽ മതി. ആ ന്യായപ്രമാണത്തിലെ അത്ഭുതം കാണുന്നതോടുകൂടി മരണം മാറി ജയം ലഭിക്കും. പാപത്തിനും മരണത്തിനും അതിലൂടെ നമുക്ക് ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതത്തിലൂടെ വിമോചനം കിട്ടുകയാണ്. അത് യേശുക്രിസ്തു തന്നെയാണ്. യെശയ്യാവ് പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി. അവനാണ് ന്യായപ്രമാണത്തിലെ അത്ഭുതം. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാനം, മടങ്ങിവരവെല്ലാം ആ വാക്യത്തിൽ തന്നെയുണ്ട്. നമ്മുടെ കർത്താവ് ലോകഭരണം ഏറ്റെടുക്കുമെന്നും ആധിപത്യം അവൻ്റെ തോളിൽ വരുമെന്നും അവൻ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാണ് തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കണ്ടാൽ മതി നമുക്ക് മരണം മാറി ജയമെടുക്കാൻ കഴിയും. പാപമോചനവും വീണ്ടെടുപ്പും ആ നാമത്തിലുണ്ട്. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് സങ്കീർത്തനത്തിലും കാണുന്നു. ഈ പ്രവചന പുരുഷനാകുന്ന യേശുക്രിസ്തുവിനെ കൊണ്ട് യേശു കർത്താവിൻ്റെ മാതാവ്, കർത്താവ് ജനിച്ച് 8-ാം നാളിൽ ആലയത്തിലേക്ക് അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ചെല്ലുമ്പോൾ
ആലയത്തിനകത്ത് 2 പേര്, ഹന്ന എന്ന് പറയുന്നൊരു മാതാവും അതുപോലെ തന്നെ ശിമിയോൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, വളരെ പ്രായാധിക്യമുള്ള, വളരെ ഏകദേശം 10-85 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആ വന്ധ്യവയോധികനായ ആ പിതാവ് യേശു കർത്താവിനെ മാതാവിൻ്റെ കരങ്ങളിൽ നിന്ന് വാങ്ങി അവൻ ആ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പറയുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോൾ നാഥ എന്നെ സമാധാനത്തോടെ തിരുവെഴുത്തിൻ പ്രകാരം വിട്ടയക്കണം. സകല ജാതികളുടെ മുൻപാകെ വെച്ചിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണാലെ കണ്ടുവല്ലോ. അതാണ് ന്യായപ്രമാണത്തിലെ അത്ഭുതം. ന്യായപ്രമാണം ലഭിച്ച പിതാക്കന്മാർ അതിനകത്തൂടെ ഈ അത്ഭുതത്തെ കണ്ടു. അവർ കാത്തിരുന്നു, അല്ലേ? അവരിൽ വ്യാപരിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് അവന് വരുന്ന കഷ്ടതയും പിൻവരുന്ന മഹിമയും ആരാഞ്ഞു. അവർ കണ്ടിരുന്നു. അപ്പോൾ പത്രോസും പറയുന്നുണ്ട്, പഴയ നിയമ ഭക്തന്മാരിൽ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് വ്യാപരിച്ചത്. ആ ആത്മാവിൻ്റെ നിറവിൽ അവർ ന്യായപ്രമാണത്തിൽ അത്ഭുതമാകുന്ന യേശു ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്നും അവൻ മരിച്ചിട്ട് മഹത്വം പ്രാപിക്കുമെന്നൊക്കെയുള്ള ആത്മീയ രഹസ്യം അവർ മനസ്സിലാക്കി. എന്നാൽ അവർക്കെല്ലാം അത് കാണാൻ കഴിഞ്ഞില്ല. അവരെല്ലാം ന്യായപ്രമാണത്തിലൂടെ അതിൻ്റെ ഒരംശമായി വെളിപ്പാട് പ്രാപിച്ച് അക്കരെ നാട്ടിലെത്തി. എന്നാൽ നമുക്ക് മുൻപിൽ നമ്മുടെ കർത്താവ് ജനിച്ചു, ജീവിച്ചു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവിൻ്റെ ജയകരമായ ആ ജീവിതം നമുക്ക് സദ്വർത്തമാനമായി സുവിശേഷമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പും ലഭിച്ചു. ഓക്കെ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ന്യായപ്രമാണത്തെ അഥവാ പുസ്തകച്ചുരുളിനെ, തിരുവെഴുത്തിനെ 3ആയി തിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, മോശയുടെ ഗ്രന്ഥത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. സങ്കീർത്തനം 40-5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് എത്ര അത്ഭുതവാനായൊരു ദൈവമാണ്. കർത്താവിൻ്റെ മഹത്വം എത്ര വലിയതാണ്. അവിടെ മോശയുടെ ഗ്രന്ഥമാകുന്ന പഞ്ചഗ്രന്ഥം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അതുപോലെ സങ്കീർത്തനങ്ങൾ 150-ലും യെശയ്യാവ് തുടങ്ങി മലാക്കി വരെയുള്ള പ്രവചന പുസ്തകങ്ങളിലെല്ലാം വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന സ്വഭാവത്തിലുള്ള വെളിപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിരുവെഴുത്ത് എന്താണ് എന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് തിരുവെഴുത്ത് എന്താണെന്ന് ചോദിച്ചാൽ ആകപ്പാട് നമുക്കിങ്ങനെ പറയാൻ കഴിയും, പിതാവായ ദൈവം പ്രവാചകന്മാരിലൂടെ പൂർവ്വ പിതാക്കന്മാരോട് 2 കാലഘട്ടങ്ങളിലായി, അഥവാ പൂർവ്വ കാലഘട്ടത്തിലും ന്യായപ്രമാണ കാലഘട്ടത്തിലൂടെയും 3 ഗ്രന്ഥങ്ങളിലൂടെ, ഏതൊക്കെ? മോശയുടെ ഗ്രന്ഥത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലൂടെ ദൈവം യേശു ക്രിസ്തുവിൻ്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാനത്തെ, മടങ്ങിവരവിനെ പ്രവചന സ്വഭാവത്തിൽ രേഖപ്പെടുത്തി കൊടുത്തതാണ് തിരുവെഴുത്ത്. അതിൽ ചരിത്രങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും മറന്നു കളയുക. ഓക്കെ, ഇനിയും നമ്മൾ തിരുവെഴുത്തും ദൈവവചനവും ഇത് രണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. അപ്പോൾ തിരുവെഴുത്തും ദൈവശക്തിയും അറിയണം, അല്ല എങ്കിൽ തെറ്റിപ്പോകാം. പഴയ നിയമഭക്തന്മാരെ കുറിച്ച് അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനത്തിൽ പറഞ്ഞില്ല, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ തെറ്റിപ്പോകുന്നൊരു ഹൃദയമുള്ള. നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ്റെ ജീവിതം തെറ്റിപ്പോകുന്നത്, ആദ്യം തെറ്റുന്നത് ഹൃദയമാണ്. ഹൃദയത്തെ തെറ്റിക്കുന്നത് കണ്ണാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, ഇയ്യോബ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണിനോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു, ഞാൻ ഇനി ഒരു കന്യകയെ എങ്ങനെ നോക്കും. അപ്പോൾ തന്നെ 31-6 ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ എന്നും പറയുകയാണ് ജോബ് ദൈവസേന. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ കാല് വഴിവിട്ടു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിനെ പിന്തുടർന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൈക്ക് കറ പറ്റിയിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ തെറ്റിപ്പോവുക എന്ന് പറയുന്നത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. ദൈവമക്കൾ ഒരിക്കലും തെറ്റിപ്പോകരുത്. ആരാലും നമ്മൾ തെറ്റിക്കപ്പെടുകയും ചെയ്യരുതെന്ന് ഈ
ലേഖനഭാഗങ്ങളിലൊക്കെ പൗലോസ് കൃത്യമായി പറയുന്നത്, ആരും നിങ്ങളെ തെറ്റിച്ച് കളയരുത്. യേശു കർത്താവ് അന്ത്യകാല വിഷയങ്ങളെ സംബന്ധിച്ച് എസ്കറ്റോളജിക്കലായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കർത്താവ് കൃത്യമായി പറയുന്നുണ്ട്, എൻ്റെ പേരെടുത്ത് അനേകർ വന്ന് നിങ്ങളെ തെറ്റിച്ച് കളയും, നിങ്ങൾ തെറ്റിപ്പോകരുത്. കള്ളപ്രവാചകന്മാരെയും ഒക്കെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയാണ്, അവർ നിങ്ങളെ തെറ്റിക്കും, നിങ്ങൾ തെറ്റിപ്പോകരുത്. അവർ തെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തെറ്റിപ്പോകരുത്, ഹൃദയം തെറ്റിപ്പോകരുത്. അപ്പം യോബിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ തെറ്റിപ്പോവുകയും വഴിതെറ്റി കറ പറ്റുന്ന അവസ്ഥയെക്കുറിച്ചാണ് കാണുന്നത്. എഫെസ്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 24 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി കറ ചുളുക്കം മുതലായി ഒന്നും തന്നെ ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തൻ്റെ മുൻപാകെ തേജസ്സോടെ മുൻനിർത്തുന്നു. അപ്പം ക്രിസ്തു സഭയെ തേജസ്സോടെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ പാപമോചനത്തിലൂടെ തേജസ് പ്രാപിക്കുന്നു. പാപം തേജസ് നഷ്ടപ്പെടുത്തുന്നു, കറ വരുത്തുന്നു. പത്രോസും പറയുന്നുണ്ടല്ലോ, ഇവയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിക്കും വേണ്ടി വാഗ്ദത്തപ്രകാരം നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാതെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കറ വരാൻ സാധ്യതയുള്ളത് തെറ്റിപ്പോകുമ്പോഴാണ്. തെറ്റിപ്പോകുന്നത് ആദ്യം കണ്ണാണ് തെറ്റിപ്പോകുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുക, ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ട ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറായിട്ട് എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിനെ പിന്തുടർന്നെങ്കിൽ, അപ്പോൾ കണ്ണാണ് ആദ്യം തെറ്റിപ്പോകുന്നത്. കണ്ണ് തെറ്റിപ്പോകുന്നിടത്തേക്കാണ് ഹൃദയം പോകുന്നത്. ഹൃദയത്തിൻ്റെ പിന്നാലെ ആ വഴിയെ തന്നെ കാലുകൾ വരും, വഴി തെറ്റി കാലുകൾ വരും. കാലുകൾക്ക് പിന്നാലെ കൈക്ക് കറ പറ്റും. അപ്പോൾ കൈക്ക് കറ പറ്റാൻ കാരണം കാല് വഴി തെറ്റി, കാല് വഴി തെറ്റാൻ കാരണം കാല് ഹൃദയത്തെ പിന്തുടർന്നു, ഹൃദയം ഏതിനെ പിന്തുടർന്നു? കണ്ണിനെ പിന്തുടർന്നു. അപ്പോൾ കണ്ണ് തെറ്റിയാൽ ഹൃദയം തെറ്റും, ഹൃദയം തെറ്റിയാൽ കാല് തെറ്റും, കാല് തെറ്റുമ്പോൾ കൈക്ക് കറ പറ്റും. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളോട് നിയമം ചെയ്ത് ഹൃദയത്തെ സകല ജാഗ്രതയോടും സൂക്ഷിച്ചുകൊണ്ട് കാലുകളെ ദുർമാർഗ്ഗങ്ങളിൽ വിലക്കി നമ്മുടെ കൈകളെ വെടിപ്പോടെ സൂക്ഷിക്കാം. അതുപോലെ നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 37 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നു, യേശു കർത്താവ് ഈ യഹൂദന്മാരോട് പറയുക, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ വചനത്തിന് ഇടമില്ലായകയാൽ നിങ്ങൾ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ വചനമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു, സംഗ്രഹിച്ചിരിക്കുന്നു. മറിയ ആ ദൂതൻ പറഞ്ഞ വാക്കുകൾ അവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ നിറഞ്ഞു കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. അങ്ങനെ ഹൃദയം ദൈവവചനത്താൽ നിറയപ്പെട്ട് നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലായി തീർന്ന ഒരു ദൈവവേദലിന് രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ച് തുളയ്ക്കാൻ കഴിയും. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ച് തുളയ്ക്കാൻ കഴിയും. സങ്കീർത്തനം 45 ഈ പറയുന്ന ഭാഗങ്ങൾ കാണുന്നത്. അപ്പം യേശു കർത്താവിനെ കൊല്ലുന്നവരായി മാറുന്നു. വചനമില്ലായകയാൽ യേശു ക്രിസ്തുവിനെ കൊല്ലുന്നവരായി മാറുന്നു. നമ്മൾ ചിന്തിച്ചാൽ യേശു കർത്താവിൻ്റെ വചനം ഹൃദയത്തിലില്ലാത്ത യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ ശിക്ഷയ്ക്ക് വിധിക്കുകയും ജാതികളുടെ കയ്യാൽ തറപ്പിച്ചു കൊല്ലുകയും ചെയ്തു. ഏലിയുടെ കാലത്ത് വചനം ദുർലഭമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് യേശുക്രിസ്തുവിൻ്റെ വചനം സഭകളിൽ ദുർലഭമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉപദേശ രൂപങ്ങളെ ഇന്ന് സഭയിൽ കിട്ടുന്നില്ല. അവിടുത്തെ തിരുവായ് മൊഴികൾ, അവിടുത്തെ വചനങ്ങൾ ഇന്ന് ജനത്തിന് കിട്ടുന്നില്ല. പലപ്പോഴും കുറേ പ്രോസ്പെരിറ്റിയും പലപ്പോഴും കുറേ കെട്ടുകഥകളും കിഴവിക്കഥകളും തമാശകളും ഒക്കെയാണ് ഇന്ന് ജനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട വിധത്തിൽ യേശുക്രിസ്തുവിനെയും അവിടുത്തെ ഉപദേശത്തെയും ജനത്തിന് കിട്ടുന്നില്ല. വേണ്ട വിധത്തിൽ ആ വിഷയത്തിൽ അവർ സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ ഇനിയുമുണ്ട് ദൈവസഭ ധാരാളം. അപ്പം പലപ്പോഴും യേശു കർത്താവിനെ വചനം അറിയാത്തവർ കൊല്ലുക. യേശുക്രിസ്തുവിൻ്റെ വചനം ശിഷ്യന്മാരുടെ നടുവിൽ ഇല്ലാത്തതുകൊണ്ട്, ഇന്ന് ദൈവസഭകളിൽ ഇല്ലാത്തതുകൊണ്ട് ദൈവസഭകൾ തന്നെ, ദൈവമക്കൾ തന്നെ യേശുക്രിസ്തുവിനെ കൊല്ലുകയാണ്. നമ്മൾ എബ്രായലേഖനം പഠിക്കുമ്പോൾ അത് കാണാൻ കഴിയും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, സ്വർഗീയദാനം ആസ്വദിച്ചവർ, ദൈവത്തിൻ്റെ നല്ല വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചവർ. എബ്രായലേഖനം 6:4 മുതൽ താഴോട്ട് വായിക്കും. എബ്രായലേഖനം 10 കാണുന്നുണ്ട് പ്രകാശനം ലഭിച്ചവർ. 10 വീണ്ടും കാണുന്നു സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ചവർ. പലപ്പോഴും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ചു, പ്രകാശനം പ്രാപിച്ചു, മുമ്പേ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം, സ്വർഗീയ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച് ധാരാളം മഴ കുടിച്ചിട്ടും പിന്നെയും യേശുക്രിസ്തുവിനെ
കൊല്ലുകയും കർത്താവിന് ലോകാപവാദം വരുത്തിവെക്കുകയും ചെയ്യുന്നവരായി മാറുകയാണ് ഇന്നത്തെ ആത്മീയ സമൂഹം. പ്രകാശനം ലഭിച്ചവർ, സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ചവർ വീണ്ടും വീണ്ടും പാപം ചെയ്യുകയാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രകാശനം ലഭിച്ചവർ പിന്മാറിപ്പോകുന്ന അവസ്ഥ, വിശ്വാസത്യാഗം ചെയ്യുന്ന അവസ്ഥകൾ, അവിശ്വാസികളുടെ കൂട്ടത്തിൽ കൂട്ടപ്പെടുന്നവർ ആയിട്ട് മാറുന്നു. അതിൻ്റെ കാരണം യേശുക്രിസ്തുവിൻ്റെ ഉപദേശം അവർക്കറിയില്ല. യേശുക്രിസ്തുവിൻ്റെ വചനം അവരുടെ ഹൃദയത്തിലില്ലാത്തതുകൊണ്ട് അവർ യേശുക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ക്രൂശിക്കുകയും ആ യേശുക്രിസ്തുവിന് ലോകാപവാദം വരുത്തുകയും ചെയ്യുന്നവരായി മാറും. അതൊരിക്കലും നമ്മളിൽ നിന്ന് ഉണ്ടാകരുത്. അതുകൊണ്ട് തിരുവെഴുത്തും ദൈവവചനവും രണ്ടും രണ്ടാണ്. തിരുവെഴുത്തിനോട് എങ്ങനെ സമീപിക്കണം, ദൈവവചനത്തോട് എങ്ങനെ സമീപിക്കണം. തിരുവെഴുത്ത് വേണ്ട എന്ന് വെച്ച് കളയല്ലേ. ചിലർ പഠിപ്പിക്കാറുണ്ട് പഴയ നിയമം വേണ്ട, പുതിയ നിയമം മതി. കഴിഞ്ഞിടയ്ക്കാരുണ്ട് എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, നമ്മൾ സുവിശേഷം മാത്രം പഠിച്ചാൽ പോരെ, ലേഖനങ്ങളൊക്കെ പഠിക്കണം, ലേഖനങ്ങളൊക്കെ അപ്പോസ്തലന്മാരുടെ അഭിപ്രായമല്ലേ. വളരെ അജ്ഞത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നത്, അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് നന്നായി പഠിക്കണം. അത് കൈകാര്യം ചെയ്യേണ്ടവണ്ണം കൈകാര്യം ചെയ്ത് ദൈവവചനത്തിന് പ്രസക്തി കൂടുതലാണ്. തിരുവെഴുത്ത് നമ്മൾ പഠിക്കണം, അതിനകത്ത് ഉപദേശ രൂപങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ 10 കൽപ്പന തിരുവെഴുത്തിൻ്റെ ഭാഗമല്ലേ, അത് വേണ്ടെന്ന് വെക്കാൻ പറ്റൂ. അപ്പോൾ തന്നെ കർത്താവിൻ്റെ ഉപദേശങ്ങളാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായമാണല്ലോ ഗിരിപ്രഭാഷണം. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു പറയാണ്, വ്യഭിചാരം ചെയ്യരുതെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, കുലപാതകം ചെയ്യരുതെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതെല്ലാം എന്താ? തിരുവെഴുത്താണ്. തിരുവെഴുത്തിലൂടെയാണ് പ്രവാചകന്മാരിലൂടെ പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം പ്രബോധനം കൊടുത്തത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. എന്നാൽ കർത്താവ് പറയും, ഞാനോ നിങ്ങളോട് പറയുന്നു, ഇനി എൻ്റെ വാക്കിനാണ് പ്രസക്തി. കർത്താവിൻ്റെ വാക്കിന് വലയിറക്കണം, കർത്താവിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കണം. ലവോദിക്ക സഭയുടെ ദൂതിനകത്ത് പറയുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പുതിയ നിയമത്തിൽ യഥാർത്ഥ കൂട്ടായ്മ കർത്താവിൻ്റെ ഡോക്ട്രിൻസുകളെ മുറുകെ പിടിക്കുന്നവർക്കാണ്. യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നുകൊടുത്ത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശ രൂപങ്ങളെ മുറുകെ പിടിച്ച് യേശു കർത്താവിൻ്റെ കാഴ്ചപ്പാടുകളെ പിൻപറ്റി യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് മുൻതൂക്കം കൊടുത്ത് അതിനെ അനുസരിക്കുന്നവർക്കാണ് യഥാർത്ഥമായി കർത്താവിനോടും കർത്താവിന് അവനോടും കൂട്ടായ്മ. ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കും. അതുകൊണ്ട് തിരുവെഴുത്ത് നമ്മൾ അംഗീകരിക്കരുതെന്നല്ല, അംഗീകരിക്കണം. അതിനകത്ത് പ്രവചനങ്ങളെ മുറുകെ പിടിക്കണം. പ്രവാചക വാക്യം അധികസ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന ജ്യോതിസ് പോലെ അതിനെ കരുതിക്കൊണ്ടാണ്. അതുകൊണ്ട് തിരുവെഴുത്ത് നമ്മൾ മുറുകെ പിടിക്കണം. അതിനകത്ത് ഉപദേശ രൂപങ്ങളെ മുറുകെ പിടിക്കണം. ധാർമ്മികത, സദാചാരബോധം ഉണർത്തുന്ന ജീവിതശൈലികളെല്ലാം നമ്മൾ മുറുകെ പിടിക്കണം. അപ്പോൾ തന്നെ അതിനകത്ത് ചരിത്രരേഖകളുണ്ട്, ആ സത്യങ്ങൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നിവൃത്തിയായ പ്രവചനങ്ങളുണ്ട്, ഇനി നിവൃത്തി കാത്തുകിടക്കുന്ന പ്രവചനങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ മുറുകെ പിടിക്കണം. എന്നാൽ നമ്മൾ സമൂഹത്തിൽ ഇന്ന് ജീവിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ട് അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ ആജ്ഞ അനുസരിച്ചേ മതിയാവും. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തിരുവെഴുത്തുകൾ അറിയായികൾ തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് തെറ്റിപ്പോകുന്നൊരു ഹൃദയം നമുക്കുണ്ടാകണം. നമ്മുടെ കണ്ണുകൾ തെറ്റിപ്പോകാതെ സൂക്ഷിക്കണം, ഹൃദയം തെറ്റിപ്പോകാതെ സൂക്ഷിക്കണം. കണ്ണുകളോട് നിയമം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഹൃദയത്തെ സകല ജാഗ്രതയോട് സൂക്ഷിപ്പാൻ നമുക്ക് കഴിയണം. കാലുകളെ സകല ദുർമാർഗങ്ങളിൽ നിന്ന് വിലക്കുവാൻ കഴിയണം. യഹോവയുടെ പർവ്വതത്തിലേക്ക് നമ്മൾ പോകാൻ കാത്തിരിക്കണം. ആ വിശുദ്ധ പർവ്വതമാകുന്ന സിയോനിലേക്ക്. ഇല്ലേ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ നിന്നും സിയോനിലേക്കുള്ള പെരുവഴികളും അവർ മേൽക്കുമേൽ ബലം പ്രാപിച്ച് ഒടുവിൽ എല്ലാവരും സിയോനിൽ ദൈവസന്നിധി ചെന്നെത്തും. മീതെയുള്ള യെരൂശലേം സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ. നമ്മൾ ആ യെരൂശലേമിൽ എത്താൻ കാത്തിരിക്കുകയാണ്, ആ സ്വർഗ സിയോനിൽ. 50-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ആ യഹോവയുടെ പർവ്വതത്തിൽ കയറണമെങ്കിൽ, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആ പർവ്വതത്തിൽ കാലുകുത്തണമെങ്കിൽ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കണം. ഒന്നുകൂടെ എടുത്തു പറയുന്നു, കണ്ണിനോട് നിയമം ചെയ്യുകയും ഹൃദയത്തെ സകല ജാഗ്രതയോട് സൂക്ഷിക്കുകയും കാലുകളെ ദുർമാർഗങ്ങളിൽ നിന്നും വിലക്കുകയും. അങ്ങനെ ചെയ്യുന്നവർക്ക് കൈക്ക് കറ പറ്റാതിരിക്കും. കറയില്ലാതെ തേജസ്സോടെ കാണുവാനാണല്ലോ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ലും 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലൊക്കെ കർത്താവ് നമ്മളെ കറയില്ലാതെ തേജസ്സോടെ കാണുവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തെറ്റിപ്പോകാതിരിക്കുക. 2, യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് ഹൃദയത്തിലിടം കൊടുക്കുക. അല്ലെങ്കിൽ അവനെ കൊല്ലുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും, അല്ലെങ്കിൽ അവനെ വീണ്ടും വീണ്ടും ക്രൂശിച്ച് അവന് ലോകാപവാദം വരുത്തുന്നവരായി തീരേണ്ടി വരും. അത് പാടില്ല. നമ്മൾ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടണം. റോമാലേഖനം 2-ൽ കാണുന്നു, അവർ മുഖാന്തരം ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കപ്പെട്ടു. പാടില്ല.
ജാതികളുടെ നടുവിൽ, അവരുടെ നടുവിൽ നമ്മൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളായി മാറണം. യേശുക്രിസ്തുവിനെ നമ്മിലൂടെ വെളിപ്പെടുത്തി സമൂഹത്തിൽ കാണിക്കണം. ഗലാത്യലേഖനം 1:6 കാണുന്നു, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കുമ്പോൾ അവനെ എന്നിലൂടെ വെളിപ്പെടുത്തുവാൻ പിതാവിന് പ്രസാദം തോന്നി. നമ്മിലൂടെ യേശുക്രിസ്തു വെളിപ്പെടണമെങ്കിൽ വചനം മുറുകെ പിടിക്കണം. പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ പുത്രന് കഴിഞ്ഞു. നമ്മിലൂടെ പുത്രനെ വെളിപ്പെടുത്തണം. പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തി, പുത്രനെ നാം വെളിപ്പെടുത്തണം. പുത്രൻ്റെ ഉപദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ പുത്രനെ വെളിപ്പെടുത്തുന്നവരായി മാറണം. അതുകൊണ്ട് തെറ്റിപ്പോകുന്ന ഹൃദയമുണ്ടാകലിൽ ജീവിതം തെറ്റാതെ സൂക്ഷിക്കണം. യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ മുൻപിൽ വാതിൽ തുറന്നു കൊടുത്ത് കൂട്ടായ്മ കഴിച്ചു അവൻ്റെ വാക്കിന് വലയിറക്കി ധാരാളം പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്നാണ് കാണുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വാക്കിന് വലയിറക്കിയാൽ നമുക്ക് ആത്മാക്കളെ നേടാം. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി മാറാം, ശ്രേഷ്ഠന്മാരായി, ദൂതന്മാരായി, അവിടുത്തെ ശുശ്രൂഷക്കാരായി മാറാം. കർത്താവ് വേഗം വന്ന് നമ്മളെ ചേർക്കാൻ പോകുന്നു. അതുകൊണ്ട് എന്താണ് തിരുവെഴുത്ത്, എന്താണ് ദൈവവചനം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ വ്യത്യാസങ്ങൾ, അതിനോട് എങ്ങനെ സമീപിക്കണം എന്നുള്ളത് നമ്മൾ കൂടുതലായി ചിന്തിച്ചു. കർത്താവ് വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.